കഥ ഭർത്താവ് ഭാഗം 51. ശ്യാംസുന്ദർ രാവിലെ കാപ്പിക്കുടി കഴിഞ്ഞ് ജോലിക്ക് പോകാനായി തയ്യാറാകുന്നത് കണ്ടതോടെ ശ്രീലേഖ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ശ്യാമേട്ടൻ പോകാൻ പോവാണോ? 8 മണി ആയതല്ലേ ഉള്ളൂ. സാധാരണ പോകാൻ 9 മണിയാകുമല്ലോ. ഷർട്ടിൻ്റെ കൈകൾ തെറുത്ത് കയറ്റി വയ്ക്കുന്നതിനിടയിൽ അവൻ അവളെ ഒന്ന് നോക്കി. എന്താ കാര്യം? നിനക്കിന്ന് ഡ്യൂട്ടിക്ക് പോകണ്ടേ? അവൻ മറുചോദ്യം ചോദിച്ചു. എനിക്കിന്ന് 10 മണിക്ക് കയറിയാൽ മതി. വൈകുന്നേരം 1 മണിക്കൂർ കൂടുതൽ അതിന് ഡ്യൂട്ടി ചെയ്യണം. ഇതെന്താടി ഇന്നൊരു പുതുമ? ഭർത്താവ് ജോലിക്ക് പോകാൻ തുടങ്ങുമ്പോൾ പതിവില്ലാത്ത വണ്ണം ഭാര്യ വന്ന് കുശലാന്വേഷണം നടത്തുന്നു. ഭാര്യ ഇന്ന് ഡ്യൂട്ടി ടൈം മാറ്റി ചെയ്യുന്ന അല്ല. ഇതൊന്നും ഇവിടെയൊന്നും കാണാഞ്ഞതുകൊണ്ട് ചോദിച്ചതാണേ. സാധാരണ ഞാനുള്ളപ്പോൾ ഈ റൂമിലേക്ക് വരാൻ നിനക്ക് അറപ്പായിരുന്നല്ലോ. ഇപ്പോഴെന്താ അതൊക്കെ മാറിയോ? അവൻ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് ശ്രീലേഖ പിന്നിലേക്ക് മാറിക്കൊണ്ടിരുന്നു. ശ്രീലേഖ പിന്നോട്ട് മാറിച്ചെന്ന് ഭിത്തിയിൽ തട്ടി നിന്നപ്പോൾ അവൻ അവളുടെ മുമ്പിൽ നിന്ന് 2 കൈകളും അവളുടെ കഴുത്തിന് ഇരുവശത്തും കൂടിയും നീട്ടി ഭിത്തിയിൽ കുത്തി നിന്നു. ചെറിയച്ഛൻ ഇപ്പോൾ വരും. ചെറിയച്ഛന് ശ്യാമേട്ടനോടെന്തോ സംസാരിക്കാനുണ്ടെന്ന്. ശ്യാമേട്ടൻ അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. ഓ, ഇതായിരുന്നോ നീ പറയാൻ വന്ന മഹാകാര്യം? ഞാൻ കരുതി. അവൻ വല്ലാത്തൊരു ചിരിയോടെ വലത് കൈകൊണ്ട് അവളുടെ കവിളിൽ തഴുകിയിട്ട് പിന്നോട്ട് മാറി. നിന്റെ ചെറിയച്ഛൻ എന്ന മഹാനോട് പറഞ്ഞേരേ, ശ്യാം സുന്ദരനോട് സംസാരിക്കണമെങ്കിൽ ശ്യാമിൻ്റെ സമയം നോക്കി വരണമെന്ന്. അല്ലാതെ അയാളുടെ സൗകര്യത്തിന് ഇങ്ങോട്ട് വന്നാൽ ശ്യാമിനെ കിട്ടിയെന്ന് വരില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയൊന്നും അല്ലല്ലോ നിന്റെ ചെറിയച്ഛൻ. പിന്നൊരു കാര്യം, എന്ത് പറയാൻ വേണ്ടിയായിട്ടാണെങ്കിലും അയാൾ എൻ്റെ മുൻപിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. അയാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും. ആ കള്ളനായിൻ്റെ മോൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് കസർത്ത് കാണിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോൾ തന്നെ വിനു എല്ലാം വിളിച്ച് എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വിളിക്കണമെന്നെങ്കിൽ നിൻ്റെയൊന്നും പിന്തുണ കിട്ടാതെ പറ്റില്ലല്ലോ. നീ ഉൾപ്പെടെ അതിന് കൂട്ടുനിന്നു അല്ലേടി? അവൻ്റെ കണ്ണിൽ നിന്നും ക്രോധത്തിൻ്റെ ഒരു വൈരത്തുള്ളി പാഞ്ഞു വന്ന് തൻ്റെ മുഖത്ത് പതിച്ചതുപോലെ ശ്രീലേഖയ്ക്ക് തോന്നി. ശ്യാംസുന്ദർ കണ്ണാടിയിൽ ഒന്ന് നോക്കിയ ശേഷം അവൾക്ക് മുന്നിലൂടെ ഇറങ്ങി പുറത്തേക്ക് പോയി. സരോജിനി അമ്മ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവൻ ഇറങ്ങിപ്പോയതോടെ അവർ ശ്രീലേഖയുടെ അടുത്തേക്ക് ചെന്നു. മോളെ, അവൻ പറഞ്ഞത് കേട്ടില്ലേ? ഗോപിനാഥൻ അവൻ്റെ അച്ഛനെ വിളിച്ച് ഫോണിൽ സംസാരിച്ചതൊന്നും ആയിരിക്കില്ല. ആ ഒരുമ്പെട്ട അനിയൻ ചെറുക്കൻ ഇവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുക. നമുക്ക് ഗോപിയെ വിളിച്ച് ഇങ്ങോട്ട് വരേണ്ടെന്ന് പറഞ്ഞാലോ മോളെ? രണ്ടും കൽപ്പിച്ചിട്ടെന്ന മട്ടിൽ അവൻ ഇടഞ്ഞു നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? ചെറിയച്ഛനല്ലെങ്കിൽ പിന്നെ ആര് സംസാരിക്കും അമ്മ അയാളോട്? അമ്മയ്ക്ക് പറ്റുമോ? ഇല്ലല്ലോ. മറ്റാരുണ്ട് നമ്മൾക്ക് വേണ്ടി അയാളോട് സംസാരിക്കാൻ? അമ്മ കാല് പിടിച്ച് പറഞ്ഞിട്ട് പോലും ശകുന്തളയപ്പച്ചി ഇങ്ങോട്ട് വന്നോ? അമ്മ നമ്മുടെ ദുരവസ്ഥ വിളിച്ചു പറഞ്ഞപ്പോൾ അമ്മയുടെ ആങ്ങളമാർ പറഞ്ഞതെന്താ? നാട്ടുകാരോട് പറയും അവനെ പിടിച്ചു കെട്ടി ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി കരണ്ടടിപ്പിക്കാൻ എന്നല്ലേ? അവരാരെങ്കിലും നമ്മുടെ സുഖവിവരം അന്വേഷിച്ചു പോലും ഇങ്ങോട്ട് വരാറുണ്ടോ? ഇയാളെ പേടിച്ച് ഏതെങ്കിലും ബന്ധുക്കൾ ഇങ്ങോട്ട് വരുന്നോ? വയ്യ, മടുത്തു ഈ ജീവിതം. ശ്രീലേഖയുടെ വാക്കുകളിൽ ചുരുക്കക്കാലം കൊണ്ട് 10 ജന്മത്തിൽ ഒരു മനുഷ്യൻ അനുഭവിച്ച തീർക്കേണ്ട യാതനകളുടെ രോദനം അടങ്ങിയിട്ടുണ്ടായിരുന്നു. മകളുടെ ആ വാക്കുകൾക്ക് മുൻപിൽ തനിക്ക് മറുപടിയില്ലെന്ന് സരോജിനിയമ്മയ്ക്ക് അറിയാം. ഇനി തൻ്റെ ഒരു വാക്കിനോ പ്രവർത്തിക്കോ തൻ്റെ മകളുടെ ജീവിതത്തിൽ പടർന്നുപോയ കരിനിയൽ മായ്ച്ചു കളയാനും പറ്റില്ല. അവൻ്റെ ഭാവം കണ്ടാൽ രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നുമല്ലോ മോളെ. അവനറിയാതെ അവൻ്റെ അച്ഛനുമായി ഗോപി സംസാരിച്ചതിൻ്റെ കോപം അവൻ ഗോപിയോട് തീർക്കാൻ നോക്കിയാൽ നമ്മൾ എന്തു ചെയ്യും കുഞ്ഞേ? അവനെ പോലൊരു കാട്ടാളൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഗോപിക്കോ നമ്മൾക്കോ കഴിയുമോ? അയാൾ എന്ത് ചെയ്യാനാ? ചെറിയച്ഛനെ തല്ലുമോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. ചെറിയച്ഛൻ്റെ നേരെ അയാളുടെ കൈ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ഒറ്റ രാത്രി അയാൾ ഈ വീട്ടിൽ ഇരുണ്ട് വെളുപ്പിക്കില്ല. ഉറങ്ങാൻ നേരമെങ്കിലും അയാൾ കണ്ണടച്ച് കിടക്കുമല്ലോ. ശ്രീലേഖ പല്ലുകൾ ഞെറുമി. മോളെ, മകൾ പറഞ്ഞതിൻ്റെ ആന്തരികാർത്ഥം അറിഞ്ഞ സരോജിനിയമ്മ ഞെട്ടിപ്പോയി. എന്താ മോളെ നീ പറയുന്നത്? അതിനു വേണ്ടിയാണോ ഈ കാലൻ്റെ സർവ്വപരാക്രമവും നേരിട്ട് നമ്മൾ ഇവിടെ വരെ എത്തിയത്? നിനക്കെന്തെങ്കിലും പറ്റിപ്പോയിട്ട് പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ മോളെ ജീവിച്ചിരിക്കുന്നത്? സരോജിനിയമ്മയുടെ തൊണ്ട ഇടറിപ്പോയി.
ഇനി വയ്യമ്മേ, ക്ഷമിക്കുന്നതിനും പൊറുക്കുന്നതിനുമൊക്കെ ഒരതിരില്ലേ? ഞാനൊരു മനുഷ്യജന്മമല്ലേ അമ്മേ? അതെന്താ ആരും ഓർക്കാത്തത്? ഒരു നിമിഷം പോലും സമാധാനം എന്തെന്നറിയാത്ത ഇതുപോലൊരു ജീവിതം ദൈവം എനിക്ക് എന്തിനാണോ തന്നത്? സങ്കടം വന്നിട്ട് ശ്രീലേഖ മുഖം പൊത്തിപ്പോയി. നെഞ്ചു പറഞ്ഞു പോകുന്ന അവളുടെ ഒന്നോ രണ്ടോ ഏങ്ങലടികളും അവർ കണ്ടു. ദൈവമേ! ശ്രീലേഖയുടെ ആ ചോദ്യം ദൈവത്തോടല്ല, തന്നോടാണെന്ന് അവർക്ക് തോന്നി. ഒന്നിന് പിന്നാലെ ഒന്നായി വരാൻ പോകുന്ന മകളുടെ ഒറ്റ ചോദ്യത്തിന് പോലും തനിക്ക് ഉത്തരം കൊടുക്കാൻ കഴിയില്ല. ഉത്തരം കൊടുക്കാൻ പോയിട്ട് മകളെ ചേർത്ത് നിർത്തി ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലുമുള്ള അർഹതയില്ലാത്ത ഒരമ്മയായി പോയിരിക്കുമല്ലേ ഞാൻ. അവർ മകൾക്ക് മുൻപിൽ തളർന്നു അവശയായിട്ടെന്ന മട്ടിൽ ഒരേ നിൽപ്പ് നിന്നു. ശ്യാം സുന്ദർ പുറത്തേക്ക് വന്ന് ബൈക്ക് മൂടി വച്ചിരുന്ന ടാർപ്പാളിനെടുത്ത് അലസമായി താഴേക്കിട്ട ശേഷം ബൈക്കിൻ്റെ പെട്രോൾ ടാങ്ക് തുറന്ന് ഉള്ളിലേക്ക് നോക്കിയിട്ട് ബൈക്കൊന്ന് കുലുക്കി നോക്കി. ഇന്നലെ പോരുമ്പോൾ പെട്രോൾ അടിക്കണമെന്ന് കരുതിയെങ്കിലും പിന്നീട് അക്കാര്യം വീട്ടിലെത്തിയ ശേഷമാണ് ഓർക്കുന്നത്. ടാങ്ക് മൂടിയ ശേഷം അവൻ ബൈക്കിലേക്ക് കയറിന്നിട്ട് അത് പുറത്തേക്ക് ഒളിച്ചു പോകാൻ വണ്ടി കാലുകൾ നിലത്ത് കുത്തി പിന്നിലേക്ക് ഉരുട്ടിക്കൊണ്ടുവന്നു. ബൈക്ക് സ്റ്റാർട്ടായതും അവൻ ഹെൽമെറ്റ് കയ്യിലെടുത്തപ്പോഴാണ് ഗോപിനാഥൻ്റെ ബൈക്ക് മുറ്റത്തേക്ക് വന്നു നിൽക്കുന്നത്. അയാൾക്കൊപ്പം ബൈക്കിൽ ശ്യാം സുന്ദറിന് അപരിചിതനായ മറ്റൊരു ചെറുപ്പക്കാരൻ കൂടിയുണ്ടായിരുന്നു. ശ്യാം ജോലിക്ക് പോകാൻ ഇറങ്ങിയതാണോ? ഇന്നെന്താ നേരത്തെ? ഗോപിനാഥൻ ബൈക്ക് സൈഡ് സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് അവനെ നോക്കി സൗഹൃദപൂർവ്വം ചിരിച്ചു. ഇന്നൽപ്പം നേരത്തെ പോകണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങി. ശ്രീലേഖ ഡ്യൂട്ടിക്ക് പോയിട്ടില്ല, അമ്മയും ഉണ്ട്. ചെറിയച്ഛൻ അകത്തേക്ക് ചെല്ല്. അവൻ അവരെ ഗൗനിക്കാത്ത മട്ടിൽ നിന്നുപോയി ബൈക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ശ്യാം വാ, ഞാൻ വന്നത് ശ്യാമിനോട് സംസാരിക്കാനാണ്. ഇന്നലെ ഇങ്ങോട്ട് വരണമെന്ന് കരുതിയായിരുന്നെങ്കിലും തിരക്ക് കാരണം നടന്നില്ല. എൻ്റെ തിരക്ക് കഴിയുമ്പോഴേക്കും ശ്യാം പോയി കഴിഞ്ഞിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ശ്യാം പോകുന്നതിന് മുമ്പേ ഇന്ന് നേരത്തെ വന്നത്. ഗോപിനാഥൻ അവൻ്റെ ബൈക്കിൻ്റെ മുൻപിലേക്ക് നിന്നുകൊണ്ട് പറഞ്ഞു. ശ്യാം സുന്ദർ മുഖമുയർത്തി അയാളെ നോക്കി. ഗോപിനാഥൻ്റെ കണ്ണുകളിൽ താൻ എന്തിനാണോ വന്നത് അത് നടപ്പാക്കിയിട്ടേ പോകൂ എന്നൊരു ഭാവമുണ്ടെന്ന് അവൻ കണ്ടു. ശ്യാം സുന്ദർ മറ്റൊന്നും ആലോചിക്കാതെ ബൈക്കിൽ നിന്നിറങ്ങി ഇതിവിടെ വെച്ചു തീർക്കുന്നതാണ് നല്ലത് എന്ന് അവന് തോന്നി തുടങ്ങിയിരുന്നു. ശ്യാം സുന്ദർ അകത്തേക്ക് കയറിപ്പോയതോടെ ഗോപിനാഥൻ തിരിഞ്ഞു കൂടെ വന്ന ആളെ നോക്കി. കുമാറേ, ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ സിറ്റൗട്ടിൽ ഇരുന്നോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാം അവൻ കൗശലക്കാരനാ. കുമാരൻ എൻ്റെ കൂടെ കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ എന്തോ കരുതിക്കൂട്ടിയുള്ള വരവാണെന്ന്. ചേട്ടൻ ചെല്ലി, പേടിക്കേണ്ട, ഞാൻ പുറത്തുണ്ട്. നമ്മളിവിടെ ആരെയും ആക്രമിക്കാൻ വന്നൊന്നുമല്ലല്ലോ. കുമാർ അവിടെ തന്നെ നിന്നുകൊണ്ട് ഫോണെടുത്ത് ആർക്കോ കോൾ ചെയ്തു. ഗോപിനാഥൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അസ്വസ്ഥനായി സ്വീകരണമുറിയിൽ ദിവാൻ കോട്ടിൽ ഇരിക്കുകയാണ് ശ്യാം സുന്ദർ. വാതിലിനടുത്ത് നിൽക്കുന്ന ശ്രീലേഖയെ നോക്കി അയാൾ, നീ ഇന്ന് ലീവാണോ മോളെ എന്ന് തിരക്കി. ചെറിയച്ഛൻ ഈ നാടകം ആദ്യം നിർത്ത്, എന്നിട്ട് കാര്യത്തിലേക്ക് വാ. ഇവളിന്ന് ഡ്യൂട്ടിക്ക് പോകില്ലെന്ന് നിങ്ങളിങ്ങോട്ട് വരുന്നത് കാത്ത് നിൽക്കുകയാണെന്നും സാമാന്യം ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അതങ്ങ് വിട്ടുകളാ. ഇനി അതൊരു നാടകമൊന്നുമല്ലെന്ന് എന്നെ വിശ്വസിപ്പിക്കാനുള്ള ശ്രമമാണെങ്കിൽ ഞാനത് വെള്ളം തൊടാതെ വിഴുങ്ങി മതിയല്ലോ. ശരി, ശ്യാമിനും ഡ്യൂട്ടിക്ക് പോകാനുള്ളതല്ലേ. ആരോടും കുശലം ചോദിച്ചു നിന്ന് ഞാൻ നേരം കളയുന്നില്ല. ശ്യാമേ, ഞാൻ 2 ദിവസം മുമ്പ് ശ്യാമിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ശ്യാമിൻ്റെ അച്ഛനോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ അവരുടെ മകനാണല്ലോ ചെറിയച്ഛ, അപ്പോൾ അവർ അതെന്നെ അറിയിച്ചിരിക്കും. ആയിക്കോട്ടെ. ഞാൻ വിളിച്ച കാര്യം ശ്യാമിനെ അറിയിക്കരുതെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ ശ്യാം അത് അറിയുക തന്നെ വേണം. അതവിടെ നിൽക്കട്ടെ. ചെറിയച്ഛൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന കാര്യം പറയേ. അതറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങ് പോകാമായിരുന്നു. പറയാം. ഗോപിനാഥൻ അവനെതിരെ ഒരു കസേരയിലിരുന്നു. ശ്യാമേ, ഒരു മുഖവരെയൊന്നും ഇതിന് വേണ്ടെന്ന് കരുതി പറയുക. ഞാൻ ജീവിതത്തിൽ പൊരുത്തപ്പെട്ടു പോകാനാകുന്നില്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞു ജീവിക്കുന്നതല്ലേ നല്ലത്. വെറുതെ ഉന്തിത്തള്ളി രണ്ടുപേരുടെയും ജീവിതം നിരാശയുടെയും പകയുടെയും വെറുപ്പിൻ്റെയും ഒക്കെ പടുകുഴിയിൽ വീണ് നശിച്ചു കെട്ടുപോകാതെ
പരസ്പരമുള്ള സഹകരണത്തോടെ പിരിഞ്ഞു ജീവിക്കുകയാണെങ്കിൽ ആ ജീവിതത്തിനല്ലേ ശ്യാമേ ഒരു അർത്ഥവും സമാധാനവുമൊക്കെ ഉണ്ടാവുക? ഗോപിനാഥൻ പറയുന്നത് കേട്ട് അമ്പരപ്പോടെ ശ്യാം അയാളെ നോക്കി. ഇതിപ്പോൾ ആരുടെ ജീവിതമാ ചെറിയച്ഛ നിരാശയുടെയും വെറുപ്പിൻ്റെയും പകയുടെയും ഒക്കെ പടുകുഴിയിൽ വീണിട്ടുള്ളത്? ചെറിയച്ഛൻ്റെയാണോ? ആണെങ്കിൽ ചെറിയച്ഛൻ പറയുന്നത് അത് തന്നെയാ ശരി. പൊരുത്തപ്പെട്ടു പോകാനാകില്ലെങ്കിൽ പിരിഞ്ഞേക്കണം. അതിനി പ്രായമൊന്നും നോക്കാൻ നിൽക്കേണ്ട ചെറിയച്ഛ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. ഭാര്യയെ ഉപേക്ഷിക്കണമെന്ന് ചെറിയച്ഛന് തോന്നിയിട്ടുണ്ടെങ്കിൽ കളഞ്ഞിട്ട് നല്ല കിളിമണി പോലുള്ള ഒന്നാം തരം ഒരു പെണ്ണിനെ കൊണ്ടുവരണം. അതിന് ചെറിയച്ഛൻ എൻ്റെ സഹായം എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. ശ്യാം സുന്ദർ തയ്യാറാ. ഇവൻ പൊട്ടനാണോ അതോ തൻ്റെ മുമ്പിലിരുന്ന് പൊട്ടനായിട്ട് അഭിനയിക്കുവാണോ? ഇവൻ ഈ പൊട്ടത്തരം പറയുന്നതിൽ നിന്നും സംഗതി ഇവൻ പിടികിട്ടിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ. എൻ്റെ കാര്യം വിട്ടേര് ശ്യാമേ. ജീവിതത്തിനല്ല നല്ല പകുതി കഴിഞ്ഞിട്ടിരിക്കുന്ന എനിക്ക് ഇനി എന്ത് മോചനം നേടാനാ? എനിക്കിനി ഇങ്ങനെയങ്ങ് കഴിഞ്ഞു പോയാൽ മതി. പക്ഷേ ശ്യാമിൻ്റെയും ശ്രീലേഖയുടെയും കാര്യം അങ്ങനെയാണോ? ഏത് വിധത്തിൽ നോക്കിയാലും പൊരുത്തക്കേടിൻ്റെ ഒരു ആകെ തുകയല്ലേ നിങ്ങളുടെ ജീവിതം? മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ശ്യാമിന് വേണമെങ്കിൽ അങ്ങനെയല്ലെന്ന് പറയാം. പക്ഷേ സത്യം അതല്ലല്ലോ. പഞ്ചായത്ത് അധികാരികൾക്ക് മുൻപിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ വരെ കയറിയിറങ്ങേണ്ടി വന്നിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടോ? അങ്ങനെ നിങ്ങൾക്കും നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കും സമാധാനക്കേട് മാത്രം നൽകുന്ന ഈ ജീവിതം നിങ്ങൾ തുടർന്ന് കൊണ്ടുപോകുന്നതിൽ എന്തർത്ഥമാണ് ശ്യാമേ ഉള്ളത്? ശ്യാം സുന്ദറിൻ്റെ ജീവിതത്തിൽ സമാധാനമില്ലെന്ന് ആരാ പറഞ്ഞത് താങ്കളോട്? ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ശ്യാമിൻ്റെ നെറ്റി ചുളിഞ്ഞു. ശ്യാമേ, ഇതാണ് ശ്യാമിൻ്റെ ഭാഗത്ത് ശ്യാം കാണാതെ പോകുന്ന യാഥാർത്ഥ്യം. ശ്യാം സുന്ദറിൻ്റെ ജീവിതമെന്ന് വച്ചാൽ ഇപ്പോൾ അത് ഒറ്റയാളെ മാത്രം ചുറ്റപ്പെട്ടു നിൽക്കുന്നതല്ല. ദാമ്പത്യം, കുടുംബം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒന്നിൽ കൂടുതൽ പേർ ഉൾപ്പെടുന്നുണ്ട്. അവിടെ ഒരാൾ മാത്രം എനിക്ക് സന്തോഷമാണ്, സമാധാനമാണ്, ഞാൻ ഇതിൽ തൃപ്തനാണെന്നൊക്കെ കരുതി പോരുമ്പോൾ ഇടയ്ക്കെങ്കിലും അയാൾ തന്നോടൊപ്പമുള്ളവരെ കൂടിയൊന്ന് ശ്രദ്ധിക്കണ്ടേ? വെറുതെയെങ്കിലും അവരോടൊന്ന് ചോദിക്കണ്ടേ, എന്നിൽ നിന്നും നിങ്ങൾ സന്തോഷവാനാണോ? എൻ്റെ കൂടെയുള്ള ജീവിതം നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്നുണ്ടോ എന്നൊക്കെ? അതുപോട്ടെ, അങ്ങനെ ചോദിച്ചില്ലെങ്കിലും കൂടെയുള്ളവരുടെ പെരുമാറ്റത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടേ അവരുടെ ജീവിതത്തിൽ സന്തോഷം പോയിട്ട് ഒരു ചെറുചിരി പോലും നമുക്ക് സമ്മാനിക്കാൻ പറ്റില്ലെന്നും നമ്മൾ അതിനാൽ തന്നെ അവർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ചു തുടങ്ങണമെന്നും? ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം നിൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ ശ്യാമേ? നിന്നിൽ നിന്നും സമാധാനമോ സന്തോഷമോ ഈ വീട്ടിലുള്ള മനുഷ്യർ അറിഞ്ഞിട്ട് എത്രയോ കാലമായി. അതെല്ലാം അവർക്ക് നീ വന്നത് മൂലം അന്യമായി പോയിട്ടുണ്ടെന്ന് വേണം കരുതാൻ. നീ മൂലം ഈ വീട്ടിൽ ഈ വീടിൻ്റെ അവകാശിയായി ജീവിക്കേണ്ട ഒരുവൻ നിന്നെ ഭയന്നിട്ട് വീട് വിട്ട് പോകേണ്ടി വന്നു. അതുപോലും നിന്നിൽ നിന്ന് എന്തെങ്കിലും മാറ്റമുണ്ടാക്കിയോ? മനുഷ്യരായി പിറന്നവരാണെങ്കിൽ ഇതൊക്കെ കണ്ടാലോ കേട്ടാലോ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരരികിൽ സ്നേഹത്തിൻ്റെയോ അനുകമ്പയുടെ ഒരു ഉറവ പൊട്ടിയെന്നിരിക്കും. ഇവിടെ അതുമില്ല. അതിൽ നിന്നും ബാക്കിയുള്ളവർ മനസ്സിലാക്കേണ്ടത് എന്താ? നീ യാതൊരു മാറ്റത്തിനും തയ്യാറല്ലെന്നല്ലേ? അതുകൊണ്ട് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഒത്തുപോകാൻ പറ്റാത്ത ബന്ധമാണെങ്കിൽ പിരിഞ്ഞ് ജീവിക്കുന്നതാണ് നല്ലതെന്ന്. നിയമപരമായി വേർപെട്ടാൽ ശ്യാം സുന്ദറിന് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റൊരു ബന്ധം കിട്ടുകയും ചെയ്യും. ഞാനിത് പറയാനാണ് ശ്യാമിനെ കാണാൻ ഇവിടേക്ക് വന്നത്. എനിക്ക് ഇതിനൊരു മറുപടി ശ്യാം നൽകണം. ആർക്കും ഉപദ്രവമില്ലാതെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി. അതിൽ ശ്യാമിൻ്റെ സന്തോഷത്തിന് തന്നെ പ്രാധാന്യം നൽകാം. പക്ഷേ അതുപോലെ മറ്റുള്ളവർക്കും സന്തോഷത്തിനും സമാധാനത്തിനും ശ്യാം പ്രാധാന്യം നൽകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഗോപിനാഥൻ പറഞ്ഞു നിർത്തി അല്പനേരം എന്തോ ആലോചിക്കുന്ന ശ്യാം സുന്ദർ മുഖമുയർത്തി ഗോപിനാഥനെ നോക്കി. പിന്നെ അവൻ്റെ നോട്ടം സരോജിനി അമ്മയുടെ മുഖത്തേക്കായി. അവസാനം അവൻ്റെ കണ്ണുകൾ ശ്രീലേഖയുടെ മുഖത്ത് ചെന്നു നിന്നു. തുടരും കഥയുടെ അടുത്ത ഭാഗം.